ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ചില ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ടാവും, എന്നാലും കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക. അതുപോലെ ഇതുവരെയും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നേ. ഈ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് എടുത്തുവെച്ച വീഡിയോ കേട്ടോ, അത് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാ ഞാൻ രാവിലെ അന്ന് ചട്ടിനിയും ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ചട്ടിനിയും ദോശയൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അരി അടുപ്പിലേക്ക് കൊടുക്കുകയാണ്. അതുപോലെ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ സ്പെഷ്യലായിട്ടുള്ള 2 കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ക്ഷമയോടെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അങ്ങനെ നമ്മൾ സുട്ടും കാക്കുക സിറ്റ് ഔട്ടിൽ ഇരിക്കണം കേട്ടോ. സുട്ടു റിമോട്ട് കാർ ഓടിച്ച് കളിക്കുകയാണ്. സുട്ട് കാറുമ്പോൾ ഇപ്പോൾ വല്ലാതെ കാർ ഓടിച്ച് കളിക്കില്ല കേട്ടോ. കാരണം നമ്മളെ ഈ മുതലിതാ ഇപ്പം ഇതിൻ്റെ അടുത്താണ് സുട്ടുവിൻ്റെ കളി ഫുള്ള്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കതൊന്ന് സുട്ടുവിന് ചാവി എടുത്തുകൊണ്ടൊന്ന് റേസ് ആക്കണം. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ. അങ്ങനെയല്ല ഐസിങ്ങ് വാ ശരി. അതെന്ന് പറയുമ്പോൾ സാധാ ഒരു സ്കൂട്ടിയും കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കട്ടോ. കാരണം എന്തെങ്കിലും ഒരു സൂത്രപ്പണി ഒപ്പിച്ച് വെക്കട്ടോ. ഈ കാക്കൂൻ്റെ ബുള്ളറ്റ് ആയിക്കോട്ടെ, അതൊക്കെ അങ്ങനെ തന്നെ ഇട്ടപ്പം ചെയ്യല്. എന്താ വെച്ചാൽ സൈലൻസറിൻ്റെ ഉള്ളൊക്കെ കല്ലിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചേക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പണി ഒപ്പിച്ച് വെക്കും കാക്കു പോകുമ്പോൾ. ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ പോവും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊരു കണ്ണ് ഇതിൻ്റെ അടുത്തേക്ക് വേണം, പിന്നെ ബൈക്കിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ സുട്ട് കളിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കലും കാര്യമൊക്കെ കഴിഞ്ഞ ശേഷം അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല. അങ്ങനെ കളിക്കാൻ പോയതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ഓഡിറ്റോറിയം ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മളെ അടുത്ത് തന്നെ ഒരു 3-4 ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ ഇതെന്തിനാ വെച്ചാൽ മോൻ്റെ കല്യാണം ഏകദേശം അടുത്തുക്കണ്. ഇൻഷാ അല്ലാഹ് 2 മാസം കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയമൊക്കെ മുൻകൂട്ടി തന്നെ കണ്ടു വെക്കണമല്ലോ. അപ്പോൾ ഞാനും കാക്കും ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമുക്ക് ആ ഓഡിറ്റോറിയം പോയി. കാരണം നമ്മളെ നടുവത്തിലൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോയപ്പോൾ സുട്ടു കളിക്കാൻ പോയതിന് ഞങ്ങൾ വൈന്ന് കണ്ടപ്പോൾ വണ്ടി കയറിയാണ് കേട്ടോ. നമ്മളടുത്ത് തന്നെ ഉണ്ട് കേട്ടോ 3-4 ഓഡിറ്റോറിയം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. മടങ്ങിയപ്പോൾ നല്ല പഴുത്ത മാങ്ങയൊക്കെ കേട്ടോ ഒരു ഫ്രൂട്ട്സും കടയിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറച്ച് മാങ്ങയും വാങ്ങിച്ചു. പിന്നെ സുട്ടുവിന് ജ്യൂസ് എന്തൊക്കെ വേണമെന്ന് അറിഞ്ഞു. അതും വാങ്ങി ഞങ്ങൾ തിരിച്ചു. വെറുതെ വാങ്ങും
ഒക്കെ ഇങ്ങനത്തെ എനിക്ക് പറ്റൂലാല്ലോ വെച്ച് അതിന് അത്രയും പറ്റൂല ഓനെ അങ്ങനെ മാറ്റൂല. അപ്പോൾ ഇതാ നമ്മളെ കാക്കുവിൻ്റെ പണി എന്താണ്, കാക്കു എന്ത് പണി എടുക്കണമെന്നൊക്കെ ചോദിക്കണവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കാക്കു ഇതാ ലോറി ഡ്രൈവറാണ്. അപ്പോൾ കോഴിത്തീറ്റ കൊണ്ടുവരുന്ന വണ്ടിയിലാണ് കേട്ടോ കാക്കു പോണത്. അത് കോയമ്പത്തൂരിൽ നിന്നാണ് കൊണ്ടുവരല്, അതുപോലെ ബാംഗ്ലൂർ, പൊള്ളാച്ചി ആ സ്ഥലത്തു നിന്നൊക്കെയാണ് കൊണ്ടുവരല്. ഇപ്പോൾ കുറച്ചായിട്ട് വെറും കോയമ്പത്തൂർ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും പോവൽ. അപ്പോൾ ഇതാ അവിടുത്തെ കമ്പനിയിൽ നിന്ന് സാധനം എടുക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ബാംഗ്ലൂർ, പൊള്ളാച്ചി ആ സ്ഥലത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ സാധനം ഇങ്ങനെ കയറ്റി കൊടുക്കലാണ് ചെയ്യൽ കേട്ടോ. ഇവിടെ ഇതെല്ലാം മെഷീനിലാണ് ചെയ്യണത്. അങ്ങനെയാണ് വണ്ടിക്ക് ലോഡ് കയറ്റണത്.